ദേവാസുരയുദ്ധം തീവ്രമായി തുടരുന്നു. ദേവതകൾ ശക്തിയോടെ പോരാടുന്നു. അസുരന്മാർ ഓരോന്നായി വീഴുന്നു. ശുംഭനും നിശുംഭനും വിഷമിക്കുന്നു. അവർക്കു തോൽവി മുന്നിൽ കാണാം. അപ്പോൾ ശുംഭൻ രക്തബീജനെ പോരാട്ടത്തിനായി വിളിച്ചു. രക്തബീജൻ ബ്രഹ്മാദേവനിൽ നിന്ന് ഒരു വലിയ വരം ലഭിച്ചിരുന്നു. അവന്റെ രക്തം ഭൂമിയിൽ വീഴുമ്പോൾ അതിൽ നിന്ന് പുതിയ രക്തബീജന്മാർ പിറക്കും. ദുർഗാദേവിയും അവളുടെ മഹാശക്തികളും കാളി, ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി മുതലായവർ ഒരുമിച്ച് യുദ്ധത്തിനൊരുങ്ങുന്നു. അവനെ തോൽപ്പിക്കാനാകുന്നില്ല. ദേവതകൾ അമ്പരന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദുർഗാദേവി രക്തബീജനെതിരെ ആക്രോശിച്ച് തന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. പക്ഷേ അവന്റെ രക്തം ഭൂമിയിൽ വീഴുമ്പോഴേക്കും ആയിരക്കണക്കിന് പുതിയ രക്തബീജന്മാർ ജനിക്കുന്നു. ദുർഗാദേവി ഉഗ്രതയോടെ കാളി ദേവിയെ വിളിച്ചു. കാളി ദേവി രക്തബീജന്റെ മുഴുവൻ രക്തവും കുടിച്ചു തീർത്തു. രക്തം ചിതറാതെ പോയതിനാൽ പുതിയ രക്തബീജന്മാർ ജനിക്കില്ല. ദുർഗാദേവി രക്തബീജനെ ഒടുവിൽ കൊന്നുകളയുന്നു. സ്വർഗലോകം വീണ്ടും ദേവതകളുടെ കൈകളിൽ എത്തുന്നു.